വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചു എന്നതിന്റെ വളരെ വ്യക്തമായ തെളിഞ്ഞ ഉദാഹരണമാണ് പൊളിഞ്ഞടുങ്ങി ഇല്ലാതായ ബുദ്ധിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ കയ്യിൽ നിന്ന് ഫണ്ട് എടുത്തു കൊടുത്ത് KSFE അങ്ങ് രക്ഷിച്ചെടുത്തിട്ട് ഇവരെ മൊത്തത്തിൽ പറ്റിച്ചു. പണം കൊടുത്ത മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് പണം കൊടുത്ത ജനങ്ങളെ പറ്റിച്ചു, ഈ ലാപ്ടോപ്പ് മേടിച്ച കുട്ടികളെ പറ്റിച്ചു. നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിഗ് ബോസ് താരം അഖിൽ മാരാർ പ്രചാരണം നടത്തി എന്നാരോപിച്ച് പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ സജീവമാണ്. എന്നാൽ അഖിൽ മാരാർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താൻ 1 രൂപ പോലും സംഭാവന നൽകില്ലെന്നും പകരം വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് 3 വീടുകൾ നിർമ്മിച്ച് നൽകും എന്നുമായിരുന്നു അഖിൽ മാരാർ പറഞ്ഞത്. അഖിൽ മാരാറുടെ ഈ പ്രസ്താവനയ്ക്കു ശേഷമാണ് സമുദായ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നുള്ള ഒരു വാഗ്ദാനവുമായി മുന്നോട്ട് വരുന്നത്. ഇത് പിണറായി വിജയനെ സ്വാഭാവികമായും വിരളി പിടിപ്പിച്ചു. ഇതോടുകൂടിയാണ് അഖിൽ മാരാർക്കെതിരെ കേസെടുക്കാനായി പോലീസിന് നിർദ്ദേശം നൽകിയതും പോലീസ് കേസെടുത്തതും. മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അഖിൽ മാരാർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അഖിൽ മാരാറിൻ്റെ ഈ പ്രസ്താവന സർക്കാരിന് തിരിച്ചടിയായതോടെ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സംഭാവന ചെയ്യാതെ വന്നതോടെ അന്തം കമ്മികൾ പതിവ് പോലെ പ്രതിരോധിക്കാനായി രംഗത്തെത്തി. അഖിൽ മാരാറെ വ്യക്തിപരമായും മറ്റും അപമാനിച്ചുകൊണ്ടും ഒക്കെ അവർ വീഡിയോകളും കുറിപ്പുകളും ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിദ്യാശ്രീ പദ്ധതി പ്രകാരം ലാപ്ടോപ്പ് വാങ്ങാനാണ് KSFEക്ക് 81.43 ലക്ഷം രൂപ കൊടുത്തത് എന്നുള്ള ഒരു പ്രചാരണമൊക്കെയാണ് അന്തം കമ്മികൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത്. എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ആരോ എഴുതി കൊടുത്ത ഒരു പ്രസ്താവന അദ്ദേഹം വായിക്കുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ബോധ്യവുമില്ലെന്നും കേരളത്തിൽ നടക്കുന്നതോ തനിക്ക് ചുറ്റും നടക്കുന്നതോ ഒന്നും തനിക്കറിയേണ്ട വിഷയമല്ലെന്നും ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്നുമുള്ള ഒരു നിലപാടിലാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു പെരുമാറ്റം. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതേക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് ഇരിക്കാൻ പോകരുത്, അല്ലെങ്കിൽ നമ്മൾ ആ പ്രവൃത്തി ചെയ്യരുത്. എന്നാൽ പിണറായി വിജയൻ ഇതിൽ നിന്നും വ്യത്യസ്തനാണ്. അദ്ദേഹം ആരോ എഴുതി കൊടുക്കുന്ന ഒരു പ്രസ്താവന വന്നിരുന്ന് വായിക്കുകയാണ് ഉളുപ്പില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ. അതൊന്ന് കാണുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFEക്ക് നൽകിയ തുകയാണ്. കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ 81.43 ലക്ഷം രൂപ KSFEക്ക് നൽകി. ഇതുവഴി ആകെ 47,673 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി. ഇതാണ് വസ്തുത. മുഖ്യമന്ത്രി പറയുന്നത് കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരുടെ മക്കൾക്കായി വിദ്യാശ്രീ പദ്ധതി പ്രകാരം ലാപ്ടോപ്പുകൾ നൽകാനായി KSFEക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 81.43 ലക്ഷം രൂപ നൽകിയെന്നാണ്. അതിൽ തെറ്റില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പ്രകൃതി ദുരന്തമോ വെള്ളപ്പൊക്കമോ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഇരയായവരെ സഹായിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട്. അപ്പോൾ പിണറായി വിജയൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വിദ്യാശ്രീ പദ്ധതി മാത്രമല്ല, വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം എന്നൊരു പദ്ധതിയും കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ലാപ്ടോപ്പ് വാങ്ങാനുള്ള ഒരു ഇത്രയും പണം 81.43 ലക്ഷം രൂപ KSFEക്ക് നൽകിയത് എന്നാണ് പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. വിദ്യാശ്രീ പദ്ധതിയിൽ ലാപ്ടോപ്പ് വാങ്ങിയ വിദ്യാർത്ഥികൾ തവണകളായി പണം അടയ്ക്കണം എന്നുള്ളതായിരുന്നു വ്യവസ്ഥ. ഏകദേശം 5 ലക്ഷത്തിൽ പരം അപേക്ഷകളാണ് ഈ പദ്ധതിയിലൂടെ ലാപ്ടോപ്പിന് വേണ്ടി കിട്ടിയത്. എന്നാൽ ആദ്യഘട്ടത്തിൽ 10,000 ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തതോടുകൂടി ആ ലാപ്ടോപ്പുകൾ പോലും ഗുണനിലവാരമില്ലാത്തതായിരുന്നു. കേരള സർക്കാരിൻ്റെ സ്വന്തം പദ്ധതിയായ കൊക്കോണിക്സിൻ്റെ ലാപ്ടോപ്പുകളായിരുന്നു അതെല്ലാം കേടായതോടുകൂടി ബാക്കിയുള്ളവർ എന്നും ഈ ഒരു ലാപ്ടോപ്പിനായി പിന്നീട് വന്നിട്ടില്ല. അപ്പോൾ അഖിൽ മാരാർ പറയുന്നത് ഇതിനെക്കുറിച്ചും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞു നിർത്തിയത്? ഇതാണ് വസ്തുത. 47,693 കുട്ടികൾക്ക് കുടുംബശ്രീ വഴിയുള്ള വിദ്യാശ്രീ പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് വിദ്യാകിരണം പദ്ധതിയും വിദ്യാശ്രീ പദ്ധതിയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് KSFEക്ക് 47,000 ലാപ്ടോപ്പുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് 81.43 കോടി രൂപ നൽകി എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? അല്ലാതെ വിദ്യാശ്രീ എന്നത് മറ്റൊരു പദ്ധതിയാണെന്നും
വിദ്യാശ്രീ പദ്ധതി വഴി കൊടുത്തേക്കുന്ന ലാപ്ടോപ്പുകൾക്ക് മാത്രമേ തിരിച്ചടവുണ്ട് എന്നും വിദ്യാകിരണം പദ്ധതി വഴി സർക്കാർ സൗജന്യമായിട്ടാണ് ലാപ്ടോപ്പ് കൊടുത്തത് എന്നുള്ള സഖാക്കന്മാരുടെ ന്യായീകരണ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണോ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ നമ്മളോട് പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് ഒരിക്കൽ കൂടി നിങ്ങൾ കേട്ടു നോക്കുക. വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് 47,693 ലാപ്ടോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരു കോമൺ സെൻസ് ഉള്ള ഏതൊരാളും എങ്ങനെ വിചാരിക്കണം? വിദ്യാകിരണം പദ്ധതി വഴിയും ചിലപ്പം ഒരു 10,000-20,000 ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും, വിദ്യാശ്രീ പദ്ധതി വഴിയും ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും തുക ഗവൺമെന്റ് തന്നെ KSFEക്ക് കൊടുത്തതാണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ KSFEയുടെ മാനേജിംഗ് ഡയറക്ടറെ ഇന്നലെ വിളിച്ച് സംസാരിച്ചതും മാനേജിംഗ് ഡയറക്ടർ PA എന്നോട് വിദ്യാശ്രീ പദ്ധതിക്ക് ഗവൺമെന്റ് പണമൊന്നും നൽകിയിരുന്നില്ല എന്ന് പറഞ്ഞതും. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ചു. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങളെ, നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ വിഷയത്തിൽ ഉള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം. കാരണം ഞാൻ വെറും ഒരു സാധാ പൗരനാണ്, എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരാളുമാണ്. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് വിദ്യാശ്രീ പദ്ധതി, എന്താണ് വിദ്യാകിരണം പദ്ധതി, എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വളരെ ബുദ്ധിപരമായി ജനങ്ങളെ പറ്റിച്ച് ഇവർ വെട്ടിച്ചത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ കൂടിയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ വിദ്യാശ്രീ പദ്ധതി, എന്തുകൊണ്ടാണ് വിദ്യാശ്രീ പദ്ധതി തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാൽ KSFEയുടെ ഒരു വലിയ കച്ചവട ബുദ്ധിയാണ് ഈ വിദ്യാശ്രീ പദ്ധതിക്ക് പിന്നിൽ. അതായത് കോവിഡ് സമയത്ത് കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ ലഭ്യമാകണം, ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ ലഭ്യമാകണം. ഞാനുമൊക്കെ അക്കാലത്ത് മൊബൈൽ ഫോണുകൾ വാങ്ങി നൽകിയിട്ടുള്ള ഒരാൾ കൂടിയാണ്, നിരവധി ആൾക്കാർ വാങ്ങി നൽകിയിട്ടുമുണ്ട്. ഈ സമയത്താണ് KSFEയുടെ കച്ചവട ബുദ്ധി ഉദിക്കുന്നത്. വളരെ ബുദ്ധിപരമായി സാധാരണക്കാർക്കിടയിലേക്ക് ലാപ്ടോപ്പുകൾ കൊടുത്തുകൊണ്ട് പണം പിന്നീട് നൽകാമെന്ന് പറഞ്ഞാൽ ഈ സ്കീമിലേക്ക് സാധാരണക്കാരായ ജനങ്ങളെ വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ KSFE അധികൃതർ കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട്, ഈ കുടുംബശ്രീയിലും ഈ തൊഴിലുറപ്പിലുമൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഇടതുപക്ഷത്തിന്റെ അനുഭാവികളും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരുമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാവങ്ങളെ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്ക് പറഞ്ഞ് പറ്റിക്കുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ആദ്യത്തെ നയം. അതായത് 5,18,498 അപേക്ഷകളാണ് വിദ്യാശ്രീ എന്ന് പറയുന്ന പദ്ധതി KSFE കുടുംബശ്രീയുമായി ചേർന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇവർക്ക് ലഭിച്ചത് എന്നാലോചിക്കണം. 5,18,498 ലാപ്ടോപ്പുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഏതൊരു ഇലക്ട്രോണിക്സ് ഡിസ്ട്രിബ്യൂട്ടറോടും പോയി നിങ്ങൾ ചോദിച്ചു നോക്കൂ, കുറഞ്ഞത് 100 പർച്ചേസിന് 100 പ്രോഡക്റ്റുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയും ലിക്വിഡായിട്ട് പൈസ കൊടുക്കുകയും ചെയ്താൽ ഒരു 50% താഴെ ഇത് ലഭിക്കുകയും, ഇപ്പൊ ആലിബാബ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ, ഇപ്പൊ 100 ഫോൺ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു 60% റിഡക്ഷന് നിങ്ങൾക്ക് ഫോണുകൾ ലഭിക്കും. അപ്പൊ KSFEയുടെ ബുദ്ധി ആലോചിക്കണം. ഇത്രയും അപേക്ഷ വരുന്നു എന്ന് കണ്ട ഘട്ടത്തിൽ ഇത്രയും ലാപ്ടോപ്പുകൾ മേടിച്ചു കൊടുത്താൽ ഒരു ലാപ്ടോപ്പിന്റെ പുറത്ത് 10,000 രൂപയുടെ ഒരു ലാഭം KSFEയിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയും. പക്ഷെ മാസം പൈസ അടച്ച് ഇവർ തീർത്തോളും, പതുക്കെ അത് കിട്ടത്തുള്ളൂ. പക്ഷേ മിനിമം 10,000 രൂപയുടെ ഒരു ലാഭം ഒരു ലാപ്ടോപ്പിൽ ഇവർക്ക് പറ്റും. കാരണം 20,000 രൂപ വില വരുന്ന ഒരു ലാപ്ടോപ്പ് പുല്ല് പോലെ 10,000 രൂപയ്ക്ക് കൊടുക്കാൻ കമ്പനികൾ തയ്യാറാവും. അതായത് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൊതുജനങ്ങളോട് പിണറായി വിജയൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ആ പച്ചക്കള്ളമാണ് ഇന്ന് അഖിൽ മാരാർ പൊളിച്ചടുക്കിയത്. ആരും അറിയാതെ പോകുമായിരുന്ന, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന വലിയൊരു അഴിമതി, അതായത് 81,43,00,000 രൂപയുടെ അഴിമതിയാണ് പിണറായി വിജയൻ അഖിൽ മാരാർ ചെറുതായി ഒന്ന് ചൊറിഞ്ഞപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അന്തം കമ്മികൾക്കൊന്നും ഇപ്പോൾ മിണ്ടാട്ടമില്ല, അവരാരും ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം അവർക്ക് തന്നെ അറിയാം, അവർ പറയുന്നതെല്ലാം തെറ്റാണെന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ പിണറായിയെയും സർക്കാരിനെയും പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഒക്കെ പ്രതിരോധിക്കേണ്ട ഒരു അടിമത്ത മനോഭാവം കൂടി അവർക്കുള്ളത് കൊണ്ട് അവർക്കത് ചെയ്തേ മതിയാകൂ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യമായിരിക്കുകയാണ്. ഇത്രയും ലാപ്ടോപ്പുകൾ കൊടുക്കത്തക്ക രീതിയിൽ ഒരു കമ്പനികളും അന്ന് അത്രയും മാനുഫാക്ചേഴ്സ് ഇല്ലായിരുന്നു. അങ്ങനെ ഈ പദ്ധതി പതിയെ നീണ്ടുപോയി. കാര്യം സമയത്ത് ലാപ്ടോപ്പുകൾ കൊടുക്കാൻ കഴിയാതെ പദ്ധതി നീണ്ടുപോയി. അവസാനം സ്കൂൾ തുറന്ന സമയത്തോടുകൂടി പലർക്കും ലാപ്ടോപ്പുകൾ കൊടുക്കുക. അതിൽ കൊക്കോണിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ തട്ടിക്കൂട്ട് ലാപ്ടോപ്പുകളൊക്കെ തന്നെ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നശിച്ചപ്പോഴത്തേക്കും കൊടുത്ത ലാപ്ടോപ്പുകൾ കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കുട്ടികൾ രംഗത്തെത്തിയതോടുകൂടി ഇതിന്റെ ആവശ്യക്കാർ കുറഞ്ഞു. 5 ലക്ഷം പേർ അപേക്ഷിച്ചതിൽ വെറും 10,000-ൽ താഴെ ആൾക്കാർ മാത്രമേ ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു.
ആയിരുന്നുള്ളൂ. കാശ് കൊടുത്ത് പിന്നീട് കാശ് തിരിച്ചടവിലേക്ക് വെറും 10,000 പേർ മാത്രമേ വാങ്ങിയിരുന്നുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം ആദ്യമേ പറയുന്നു. അങ്ങനെ ഗവൺമെന്റിന്റെ പരാജയപ്പെട്ട ഒരു പദ്ധതിയായിട്ട് വിദ്യാശ്രീ പദ്ധതി മാറി. കുട്ടികളുടെ പേരും പറഞ്ഞ്, പാവങ്ങളുടെ പേരും പറഞ്ഞ് ദുരിതാശ്വാസ നിധിയെ മറ്റു രീതിയിൽ വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചു എന്നതിന്റെ വളരെ വ്യക്തമായ തെളിഞ്ഞ ഉദാഹരണമാണ് KSFEയിൽ കെട്ടിക്കിടന്ന ഈ ലാപ്ടോപ്പുകൾ 81.43 കോടി രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്തത്. പൊളിഞ്ഞടുങ്ങി ഇല്ലാതായ ബുദ്ധിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ കയ്യിൽ നിന്ന് ഫണ്ട് എടുത്തു കൊടുത്ത് KSFE അങ്ങ് രക്ഷിച്ചെടുത്തിട്ട് ഇവരെ മൊത്തത്തിൽ പറ്റിച്ചു. പണം കൊടുത്ത മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് പണം കൊടുത്ത ജനങ്ങളെ പറ്റിച്ചു, ഈ ലാപ്ടോപ്പ് മേടിച്ച കുട്ടികളെ പറ്റിച്ചു. അതുകൊണ്ട് ഇനി ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ന്യായീകരണം നിരത്തിക്കോ, ശുദ്ധമായ പച്ചയായ അഴിമതി തന്നെയാണ് ഈ വിഷയത്തിൽ കാണിച്ചത്. ദുരിതാശ്വാസ നിധി വഴിവിട്ട് ചെലവഴിച്ചു എന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി എന്താണോ ന്യായീകരണമായിട്ട് ഇറങ്ങുന്നത്? ഞാനും അത് തന്നെ പറഞ്ഞോളൂ. അതുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നില്ല എന്നുള്ള എന്റെ ചിന്ത വരാനുണ്ടായ കാരണം. ഇതോടനുബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 81.43 രൂപ KSFE വഴി കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനായി എന്തിനാണ് കൊടുത്തത്? കുടുംബശ്രീ വഴിയാണ് കൊടുക്കേണ്ടതെങ്കിൽ കുടുംബശ്രീക്കോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനോ അങ്ങനെ ഏതെങ്കിലും അതോറിറ്റിക്ക് കൊടുക്കാമായിരുന്നല്ലോ. KSFE എന്ന് പറഞ്ഞാൽ ഒരു പണമിടപാട് സ്ഥാപനമാണ്. അവർക്ക് ലോൺ കൊടുക്കുക, ചിട്ടി കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ് KSFEയുമായി ബന്ധപ്പെട്ടുള്ളത്. അവർക്ക് എന്തിനാണ് ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങാനുള്ള ഈ ഒരു വലിയ തുക, അതായത് 81.43 രൂപ എന്തിനാണ് KSFE വഴി കൊടുത്തത്? അപ്പോൾ ഇതൊരു വലിയ അഴിമതിയാണ്. ആ അഴിമതിയാണ് ഇന്ന് അഖിൽ മാരാർ പൊളിച്ചടുക്കിയിരിക്കുന്നത്. ഇതിനെതിരെ എന്തായാലും പിണറായി വിജയൻ ഉളുപ്പില്ലാതെ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന എന്തെങ്കിലും ന്യായീകരണവുമായി വന്നെന്നിരിക്കാം, അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കാം. എന്തായാലും കാര്യങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി ഇതോടനുബന്ധിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിർഭാഗ്യവശാൽ നിർഗുണ പരബ്രഹ്മമായ യാതൊരു കഴിവുമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് നമുക്കുണ്ട്, ശ്രീ VD സതീശൻ. അദ്ദേഹം ഈ അഖിൽ മാരാർ എന്ന ചെറുപ്പക്കാരന് മുന്നിൽ കുറച്ചു നാളെങ്കിലും ശിഷ്യത്വം സ്വീകരിക്കണം. കാരണം അങ്ങനെയെങ്കിലും താങ്കൾക്ക് ഒന്ന് പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകട്ടെ. ഈ ചെറുപ്പക്കാരൻ്റെ, അഖിൽ മാരാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ചങ്കൂറ്റത്തിൻ്റെ ആർജവത്തിൻ്റെ 1% താങ്കൾക്ക് കിട്ടുകയാണെങ്കിൽ, അയാളുമായുള്ള സഹവാസത്തിൽ കിട്ടുകയാണെങ്കിൽ, അത് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് ഗുണം ചെയ്യും, കേരളത്തിന് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.